Good afternoon. Good afternoon, Good ma'am. afternoon. Good Good afternoon, afternoon, ma'am. ma'am. Good afternoon, ma'am. Good Good afternoon, ma'am. afternoon. Good Good afternoon, ma'am. afternoon. Good afternoon, ma'am. Good afternoon. എന്നെ അറിയാമോ? വീഡിയോയില് കണ്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ട്, അല്ലാതെ അറിയില്ല. പേരറിയാമോ? ഇല്ല. ഇല്ല. ഇല്ല, പേരറിയില്ല അല്ലേ? ഇല്ല. രണ്ടാഴ്ചയായി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല. ഹോളിഡേക്ക് ചെയ്തോണ്ട് ക്ലാസ്സിന്റെ ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത്. അപ്പോ കേറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ നാളെ ലീവാണ്, അതുകൊണ്ട് ഇന്ന് ജിഷ ടീച്ചറോട് ചോദിച്ച് കയറിയതാണ്. നാളെ എനിക്ക് പകരം ജിഷ ടീച്ചർ എടുക്കോട്ടാ നിങ്ങക്ക്. ഓക്കെ, അപ്പൊ എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി. ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ? നന്നായിട്ട് തന്നെ പോകുന്നില്ലേ? നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല. കഴിച്ചിട്ടില്ല അല്ലേ? ക്ലാസ് കഴിഞ്ഞോ? 1 മണിക്ക് ക്ലാസ് കഴിയുമല്ലോ, അപ്പൊ അല്ലേ കഴിക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പോ മിസ്സുമാര് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രയറോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാറില്ലേ? പ്രയർ ഒക്കെ ചെയ്യാറുണ്ടോ ഡെയിലി? പ്രയർ ചെയ്യാറുണ്ട്. തോട്ട് ഓഫ് ദ ഡേ ഉണ്ട്, സൈൻ ഇൻ ഉണ്ട്, സൈൻ ഓഫ് ഉണ്ട്. ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരാ പ്രയർ ചെയ്യുന്നതെന്ന്? ഞാനാ മാം. റീഷ്മ. ദിവ്യ. ദിവ്യ എന്നാണോ പേര്? ആ ദിവ്യ ആണ് പ്രയർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ആ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങളാ സ്നേഹഗാനധാര. വിശ്വമാകവേ പുൽകി നിൽക്കുമാ ജീവരാഗധാര. അഴലാഴി പോലെ ജീവനോടെ ആ സ്നേഹമന്ത്രമുരുവിട്ടു ഞങ്ങൾ പാടുന്നു. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങളാ സ്നേഹഗാനധാര. മനോഹര നാമാവനികൾ പാടി കടലും കരയും നിന്നോടലിയാൻ ശ്രുതി മീട്ടുന്നു. പാവം മാനവ ജന്മം ഒന്നു നീ കൈയേൽക്കുകിൽ കരൾ നിറഞ്ഞൊരമൃതം അമൃതം. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങളാ സ്നേഹഗാനധാര. വിശ്വമാകവേ പുൽകി നിൽക്കുമാ ജീവരാഗധാര. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ദിവ്യ. സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുന്നത് പോലെ തോന്നി എനിക്ക് പാട്ട് കേട്ടപ്പോ, അല്ലെങ്കിൽ പ്രയർ ചെയ്തപ്പോ. ആ ഒരു ഫീലാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയില്ലേ? അസംബ്ലിയിൽ നിൽക്കുന്ന പോലെ തോന്നിയോ? ചെയ്തിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ ദിവ്യ? പഠിക്കുന്നുണ്ട് മാം. പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ, പ്രയർ ചെയ്യാ, പാട്ടൊക്കെ പാടാട്ടോ. ശരി. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ സൈൻ ഇൻ. സൈൻ ഇൻ ആരാണ്?
സൈനിങ് ഞാനാണ് മാം. പേരെന്തായിരുന്നു? മിന്നു. മിന്നു. ഓക്കെ. സൈനിങ്ങിന് ഞാൻ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഉണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, വിളി നിർത്തുന്ന കോലമയിലായി മുകിലോടുന്ന വീട്ടിലൊളിക്കാം, സ്വർണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം, വിണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണി, കുന്നിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാളിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിളുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം, വിണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണി, കുന്നിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ. താങ്ക് യു. അടിപൊളി. എല്ലാവരും പാട്ടുകാരാണല്ലേ? MT14 ബാച്ച്. കോൺവെക്കേഷൻ വരുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ടുപേരും പാട്ട് പാടി തന്നെ കേട്ടോ. കേട്ടോ? Okay, ma'am. Then thought of the day. മിസ് ഞാനാണ്. പേരെന്തായിരുന്നു? ഷമീമ. Make yourself your own competition. Strive to be better than yesterday, and you will find the true essence of life. Thank you. അപ്പൊ 3 പേരും നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. ഇനിയും അതുപോലെ തന്നെ ചെയ്യാം. ആരും മടിയൊന്നും പിടിച്ചിരിക്കരുത്. എല്ലാ ദിവസവും പ്രയറും അതുപോലെ സൈനിന് തോട്ട് ഓഫ് ദ ഡേയും സൈൻ ഔട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് യൂണിറ്റ് 3 ആണ് കേട്ടോ. പാർട്ട് 1 യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അതുകൂടാതെ ബാലൻസ്ഡ് പോഷകാഹാരങ്ങളെ കുറിച്ച് അതുകൊണ്ട് അല്ലെ. ഓക്കെ. എന്താണ് നമ്മുടെ ലൈഫിൽ ഈ ഫുഡിനും അതുപോലെ തന്നെ ന്യൂട്രീഷനും ബാലൻസ്ഡ് ഡയറ്റിനുള്ള ഇമ്പോർട്ടൻസ് എന്താ നമ്മുടെ ലൈഫിൽ? ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി. ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണം അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയാലും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സമീകൃത ആഹാരം, അതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നല്ല വെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അല്ലേ? അതെ. അതുപോലെ ഫസ്റ്റ് ചാപ്റ്റർ ജിഷ മിസ് എടുത്തിട്ടുണ്ടാവും. മോഡേൺ കൺസെപ്റ്റ് ഓഫ് വെൽനസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഷഫീദ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം. ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നേ? അതുമായിട്ട് ഒന്ന് കണക്ട്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ. നമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബോഡി അല്ലെ, നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഓക്കെ ആവോ? ഇല്ല. ശരി, നമ്മൾ ഫിറ്റ് ആവണം അല്ലെ. മെന്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അല്ലെ. മെന്റൽ ഡെവലപ്മെന്റ് വേണം നമുക്ക്. നമ്മൾ മെന്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക്
ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സും ആയിട്ടും ഒക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ് ഏത് കാര്യത്തിനും അല്ലെ. ഓക്കെ, ഇനി ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് ശാരീരികമായിട്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണ്, മെന്റലി നമ്മൾ ഫിറ്റ് ആണെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആവും? ഇല്ല, വെൽനെസ്സും കൂടി അത്യാവശ്യമാണ്. വേണം അല്ലെ, സമാധാനം വേണം അല്ലെ. എല്ലാരും ഉണ്ട്, ജോലി സ്ഥലത്ത് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ രീതിയിലുള്ള വീടുണ്ട്, കാറുണ്ട്, കുറേയധികം പണമുണ്ട്, സ്റ്റേറ്റസ് ഉണ്ട് സമൂഹത്തില്. പക്ഷെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് മനസ്സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വെല്ലല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇതിവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് അത് എത്രമാത്രം നമ്മുടെ ലൈഫിലായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിലായാലും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആദ്യം നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, അത് നിങ്ങൾ റീഡ് ചെയ്യുക, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യുക, ദെൻ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അതെ, ഓക്കെ, റെഡി. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യട്ടെ. 2 പാരാഗ്രാഫുകൾ കേട്ടോ. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിലെ 2 പാരാഗ്രാഫുകൾ റീഡ് ചെയ്യാം. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ, ഇതിൽ പറയണ്ട, മനസ്സിൽ വായിച്ചാൽ മതി. റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പിടാം കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഈ ഒരു പാരാഗ്രാഫ് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് എന്താണ് ഈ ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മൾക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഏതൊരു ആഹാരവും അല്ലെങ്കിൽ ആ ഒരു ഐറ്റമിനെ നമുക്ക് ഫുഡ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് ഈ ന്യൂട്രീഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ന്യൂട്രീഷൻ? എവിടെ നിന്നാണ് നമുക്ക് ന്യൂട്രീഷൻ കിട്ടുക? ഫുഡിൽ നിന്നും പോഷകാഹാരം നമ്മൾ കഴിക്കുന്ന ഏത് ടൈപ്പിലുള്ള ഫുഡിൽ നിന്നും നമുക്ക് ന്യൂട്രീഷൻ അവൈലബിൾ ആക്കുന്നു. വെജിറ്റബിൾസിൽ നിന്നൊക്കെ. ഈ ന്യൂട്രീഷൻ നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുക? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ട എനർജി ആളെ പറഞ്ഞ ഷംന പറയൂ, ഷംന പറയും, അല്ലെങ്കിൽ എക്കോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. അതാണ് ഷംന പറയൂ, എന്തിനാണ് നമ്മുടെ ഈ ന്യൂട്രീഷൻ ആവശ്യം നമ്മുടെ ബോഡിക്ക്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എനർജി ഉണ്ടാകുന്ന അത് നമ്മുടെ പല ആക്ടിവിറ്റീസിനും വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ ബോഡിയുടെ വളർച്ച അല്ലെ, നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം,
പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ്, നമ്മുടെ ആരോഗ്യത്തിന്റെ പരിപാലനം, മെയിൻ്റനൻസ്. പിന്നെ റിപ്രൊഡക്ഷൻ. ഓക്കെ, റിപ്രൊഡക്ഷൻ നമുക്ക് അറിയാലോ എന്താണെന്ന്. പിന്നെ അതുപോലെ തന്നെ അസുഖാവസ്ഥകൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഫുഡിലുള്ള ചില കമ്പോണൻസ് സഹായിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ മെയിൻ്റനൻസിന് വേണ്ടി, റിപ്രൊഡക്ഷന് വേണ്ടി, അസുഖാവസ്ഥ തടയുന്നതിന് വേണ്ടി നമ്മുടെ ഫുഡിലുള്ള ചില കമ്പോണൻസ് സഹായിക്കുന്നു. ഈ കമ്പോണൻസിനെ നമുക്ക് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒരു വട്ടം കൂടി പറയാമോ മാം? ഒന്നുകൂടി പറയാം. അതായത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വളർച്ച, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റനൻസ്, ഹെൽത്തിന്റെ മെയിൻ്റനൻസ്, റിപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അസുഖാവസ്ഥ തടയുന്നതിന് വേണ്ടി ഫുഡിലുള്ള ചില കമ്പോണൻസ് ആവശ്യമാണ്. ഈ കമ്പോണൻസിനെ നമുക്ക് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ധാരാളം കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അകത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. ഈ കമ്പോണൻസ് ബ്ലഡില് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ന്യൂട്രീഷൻ ലഭ്യമാകുന്നത് അല്ലെ. ഓരോ പോഷകാഹാരവും എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോ ഇത്തരം കമ്പോണൻസിന് നമുക്ക് എന്ത് വിളിക്കാം? ന്യൂട്രീഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണ്? ഓക്കെ. അടുത്തത് ന്യൂട്രിയൻസ് ആണ് കേട്ടോ. ന്യൂട്രിയൻസ്, നമുക്ക് ന്യൂട്രീഷൻ വേറെയാണ്, ന്യൂട്രിയൻസ് വേറെയാണ്, രണ്ടും രണ്ട് ടേമാണ്. ഈ പോഷകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ശരീരം ന്യൂട്രീഷൻ, ന്യൂട്രിയൻസ്. അതായത് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എന്താവശ്യമാണ്? നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസ് ആവശ്യമാണ്. പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. അപ്പൊ ബോഡിയില് ആവശ്യമുള്ള, അതായത് ബോഡിയിലെ ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നാണ് മാക്രോ ന്യൂട്രിയൻസ്, രണ്ടാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഈ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ശരീരത്തിന് വലിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കാം. എന്നാൽ ശരീരത്തിൽ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കാം. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും ന്യൂട്രിയൻസ് ആവശ്യമാണ്. ന്യൂട്രിയൻസിനെ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ശരീരത്തിൽ വലിയ അളവിൽ ന്യൂട്രിയൻസ് ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് അതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കാം. അതിന്റെ അളവ് കൂടുതലായിരിക്കുള്ളൂ. ഇനി ചെറിയ അളവിലാണ് ന്യൂട്രിയൻസ് ആവശ്യമെങ്കിൽ അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഏതാണ്? മാക്രോ ന്യൂട്രിയൻസ് ആണ്. എന്നാൽ കുറഞ്ഞ അളവിൽ ആവശ്യം ഏതാണ്? മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയായിരിക്കും? നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ മാക്രോ ന്യൂട്രിയൻസ് കൂടിയ അളവിലാണുള്ളത്. എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കിയേ നിങ്ങള്. ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് മാക്രോ ന്യൂട്രിയൻസ് ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന 3 നേരവും നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആഹാരത്തിൽ 3 നേരവും നമ്മൾ കഴിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് ശരീരത്തിന് വലിയ അളവിൽ എന്താണ്? ആവശ്യമാണ് അല്ലെ. ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്. രണ്ട് ഏതാണ്? പ്രോട്ടീൻസ് ആൻഡ് അല്ലെ, പ്രോട്ടീൻ. അപ്പൊ ഒന്ന് കാർബോഹൈഡ്രേറ്റ്, രണ്ട് പ്രോട്ടീൻ. ഇനി മൂന്നാണ് ഫാറ്റ്. ഓക്കെ, മൂന്നാമത്തേത് ഏതാണ്? ഫാറ്റ് ആണ് കേട്ടോ. മൂന്നാമത്തേത് ഫാറ്റ് ആണ്. അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആണ്, രണ്ട് ഫാറ്റ് ആണ്, മൂന്നാമത്തേത് പ്രോട്ടീൻ ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
ഇനി നെക്സ്റ്റ് വൺ ഞാൻ പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് ശരീരം ഇത് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് എന്തൊക്കെയായിരിക്കും? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. കേട്ടോ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ ആണ് അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വൈറ്റമിൻസും മിനറൽസും. വൈറ്റമിൻസ് രണ്ട് രീതിയിലുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. വൈറ്റമിൻസ് നമുക്ക് രണ്ടായിട്ട് വൈറ്റമിൻസിനെ തരത്തിരിക്കാം. ഫാറ്റ് സോളിബിൾ, വാട്ടർ സോളിബിൾ. വാട്ടർ സ്യൂലബിൾ അല്ലെ? കൊഴുപ്പിൽ ലയിക്കുന്നതും അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിക്കുന്നതുമായിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. വാട്ടർ സ്യൂലബിൾ വൈറ്റമിൻ ഏതാണ്? വാട്ടർ സ്യൂലബിൾ വൈറ്റമിൻ ബി ആൻഡ് സി ആണ് അല്ലേ? ഓക്കെ. ഫാറ്റ് സ്യൂലബിൾ ആണെങ്കിലോ ഓക്കെ. അപ്പൊ രണ്ട് തരത്തിലുണ്ട്. മൈക്രോ ന്യൂട്രിയൻസില് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വരുന്നു. അതിനകത്ത് വൈറ്റമിൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഫാറ്റ് സൊല്യൂബിൾ ആൻഡ് വാട്ടർ സൊല്യൂബിൾ. വാട്ടർ സൊല്യൂബിൾ എന്ന് പറഞ്ഞാല് വൈറ്റമിൻ ബി ആൻഡ് സി ആണ്. ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറഞ്ഞാല് ADEK ആണ്. ഓക്കെ, രണ്ടും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ മിനറൽസ്, അതായത് മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന ഒരു ഇതാണ്, കമ്പോണന്റ് ആണ് മിനറൽസ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വൈറ്റമിൻ ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈറ്റമിന്റെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി മിനറൽസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതൊന്നാണ് മാക്രോ മിനറൽ, രണ്ടാണ് മൈക്രോ മിനറൽ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇതിന്റെ വ്യത്യാസം? മാക്രോ മിനറലിനും മൈക്രോ മിനറലിനും തിരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ശരീരത്തിൽ കൂടുതലായിട്ട് വേണ്ടുന്ന മിനറലും കുറവ് വേണ്ടുന്ന മൈക്രോ മിനറൽ എന്നും കുറഞ്ഞ അളവിലുള്ളതിനെ മൈക്രോ മിനറൽ എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മാക്രോ മിനറൽസ് എന്ന് നോക്കാം. മാക്രോ മിനറൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് സോഡിയം. സോഡിയം മാക്രോ മിനറൽ ആണ്, സോഡിയം. ഓക്കെ. Second one is potassium. Second one is potassium. And third one is calcium. Third one is calcium. Fourth one is phosphorus. Fourth one is phosphorus. And fifth one is magnesium. Phosphorus. Phosphorus ഇല്ലേ, കേട്ടിട്ടില്ലേ? Phosphorus. Phosphorus. And fifth one is magnesium. Magnesium. And last one is sulfur. Last one is sulfur. എഴുതിയോ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ഇതാണ് മാക്രോ മിനറൽസ്. നെക്സ്റ്റ് വൺ ആണ് മൈക്രോ മിനറൽസ്. മൈക്രോ മിനറൽസ് എഴുതുക കേട്ടോ. ഫസ്റ്റ് വൺ അയൺ ആണ്. അയൺ. ഫസ്റ്റ് വൺ അയൺ, മൈക്രോ മിനറൽ അയൺ. സെക്കൻഡ് വൺ സിങ്ക്. Second one zinc. Third one is iodine. Third one is Z ആണ് ട്ടോ എഴുതേണ്ടത്. Z. Zinc. Then iodine. Iodine. Then next selenium. Selenium. ഒന്നുകൂടെ പറയാമോ? Selenium.
സെലീനിയം സ്പെല്ലിംഗ് SELENIUM. SELENIUM. ഓക്കെ. ഓക്കെ. സെലീനിയം കഴിഞ്ഞാല് കോപ്പർ ആണ് കേട്ടോ. കോപ്പർ, COPPER, കോപ്പർ. നെക്സ്റ്റ് ക്രോമിയം. മിസ് ഒന്നുകൂടി പറയാമോ ലാസ്റ്റത്തെ? ക്രോമിയം, CHROMIUM, ക്രോമിയം. നിങ്ങളോട് മിസ് ജിഷനക്ക് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ PDF-ലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല പഠിക്കുന്നത് കേട്ടോ. പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അരിച്ചു പിറക്കി പഠിക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അതാണ് നമ്മുടെ ഒരു പഠന രീതി കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് നോട്ട്സ്, ഇത് ഇങ്ങനെയുള്ള ഈ നോട്ട്സ് എന്താ ഇടുവോ? ക്ലാസ്സിൽ ഇടുവോ? ക്ലാസ് റൂമിൽ ഇടുവോ? നോട്ട്സ് ഒന്നും ഇട്ടില്ല. ഇത് നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. എല്ലാരും പറഞ്ഞു തരും കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്താണെന്ന് അറിയണം. ഈ ഒരു പാരാഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് എന്താണ് ഫുഡ്, എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്, ആ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നോട്ട്സ് ഒന്നും ഇടില്ല, പറഞ്ഞു തന്നെയാണ് പോവുക. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അപ്പോ അധികം വലിയ രീതിയിലുള്ള നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ ചെറിയ കുറച്ചുള്ള കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരുന്നു. അത് അപ്പൊ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ക്രോമിയം എഴുതിയില്ലേ? ക്രോമിയം. ഓക്കെ. അപ്പോ നമ്മളിപ്പോ ന്യൂട്രീഷൻ പറഞ്ഞു, ന്യൂട്രിയൻസ് പറഞ്ഞു. അതിനകത്ത് മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ മിനറൽസ്, മൈക്രോ മിനറൽസ്, ഇത്രയും വരെയാണ് പറഞ്ഞത് അല്ലെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്. നമ്മള് പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ വിട്ടുപോയി. ഏതാണ് ആള്? ഫൈബർ ആണോ മാം? അല്ല, വാട്ടർ ആണ്. വാട്ടർ ആണ് കേട്ടോ. വാട്ടറിന്റെ ഫങ്ഷൻ എന്താണ്? ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ദഹനം. ദഹനം. ഡൈജഷൻ പ്രോപ്പർ ആക്കും അല്ലെ. അതായത് നമ്മുടെ ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ 60% അല്ലെങ്കിൽ 70% എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വാട്ടർ ആണ് അല്ലെ. വാട്ടർ കണ്ടന്റാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ളത്. നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രാവിലെ എണീറ്റ് ചായ അല്ല കുടിക്കേണ്ടത്, വെള്ളമാണ് ഒരു കപ്പ് കുടിക്കേണ്ടതെന്ന് പറയാറില്ലേ? ഇല്ലേ? എത്ര പേര് അങ്ങനെ കുടിക്കുന്നുണ്ട്? വാട്ടർ കുടിക്കുന്നവർ എത്ര പേര്? ഞാൻ കുടിക്കാറുണ്ട്. 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 ഇപ്പൊ മഴയല്ലേ, അപ്പൊ അധികം കുടിക്കാറുണ്ടോ നിങ്ങള്? എപ്പോഴും കുടിക്കുന്ന പോലെ തന്നെ കുടിക്കാറുണ്ടോ? രാവിലെ കുടിക്കാറുണ്ട്, പക്ഷെ പകലൊക്കെ കുറവാണ്. കുറവാണല്ലേ. ഓക്കെ. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഒരാളുടെ ബോഡി വെയിറ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പൊ നന്നായിട്ട് തന്നെ രാവിലെ എന്തായാലും നിർബന്ധമായിട്ടും 1-2 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും കുടിക്കുക. ഓക്കെ. അപ്പൊ ഈ വാട്ടറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്, ഈ വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, ന്യൂട്രിയൻസ് കണ്ടന്റ് ഉണ്ടല്ലോ, അതിനെ ഓരോ സെൽസിലേക്കും കൊണ്ടുപോകുന്നതും, പിന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ റിമൂവ് ചെയ്യുന്നതും, ബോഡി ടെമ്പറേച്ചർ നിലനിർത്തുന്നതും, ഡൈജഷൻ മെച്ചപ്പെടുത്തുന്നതും ഒക്കെ വാട്ടറിന്റെ ഫങ്ഷൻ ആണ്. രാവിലെ നമ്മൾ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാല്, അതായത് നമ്മള് കിടന്നുറങ്ങുമ്പോൾ, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് അല്ലെ. അതായത് വേസ്റ്റ് ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ആവുന്നത് രാത്രി കാലങ്ങളിലാണ് അല്ലെ. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് ഡോക്ടർ പറയാറുണ്ട് അല്ലെ.
എന്തുകൊണ്ടാണ് നേരത്തെ ഏർലി ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്? ദഹനം പ്രോപ്പർ ദഹനം കൃത്യമാവാൻ. ദഹനം പ്രോപ്പർ ആവാനും അതുപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ അധികമായിട്ട് നടക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മള് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഫാറ്റ് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യല് കൂടുതലായിട്ട്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഫാറ്റ്സ് അല്ലെങ്കിൽ വേസ്റ്റുകൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ന്യൂട്രിയൻസിനെ സെൽസിലേക്ക് ക്യാരി ചെയ്യുന്നതും ദഹനം മെച്ചപ്പെടുത്തുന്നതും ബോഡിയുടെ ടെമ്പറേച്ചർ നിലനിർത്തുന്നതും ഒക്കെ വാട്ടറിന്റെ ഫങ്ഷൻ ആണ്. അപ്പോ നമ്മൾ കുറേയധികം ന്യൂട്രിയൻസ് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളിപ്പോ ഡയറ്റ് എടുക്കുന്നവരൊക്കെ പറയും അല്ലെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇപ്പോ ട്രെയിനറൊക്കെ പറയാറുണ്ട് നമ്മള് ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, അതായത് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. ഈ വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ഓരോ സെല്ലിലേക്കും ചെല്ലുള്ളൂ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? വെള്ളത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ വാട്ടറിനെ കുറിച്ചൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ക്യാരി ഔട്ട് ന്യൂട്രിയൻസ്, വാട്ടറിന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക കേട്ടോ. ക്യാരി ഔട്ട് ന്യൂട്രിയൻസ്, ക്യാരി ഔട്ട് ന്യൂട്രിയൻസ് to all cells, to all cells, flush out toxin and waste, flush out toxin and waste, ഫ്ലഷ് ഔട്ട് toxin, TOXIN, വിഷപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, ടോക്സിൻ, and waste, ഒന്നുകൂടെ പറയോ, ഒന്നുകൂടെ ക്ലിയർ ആയി. ഓക്കെ, ക്യാരി ഔട്ട് ന്യൂട്രിയൻസ് ടു ഓൾ സെൽസ്, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും. ഫ്ലഷ് ഔട്ട് ടോക്സിൻ, ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു, ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു. സ്പെല്ലിംഗ് ഒന്ന് പറയുമോ? ടോക്സിന്റെ സ്പെല്ലിംഗ് ആണോ? അതെ അതെ, TOXIN, 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 toxin and waste, and waste, regulate body temperature, regulate body temperature, improves digestion, improves, IMPROVES, improves digestion, digestion. Okay, carry out nutrients to all cells, flush out toxin and waste, regulate body temperature, improves digestion. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? ഭക്ഷണ ക്രമീകരണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാം മിതമായ അളവിൽ, എല്ലാ പ്രോട്ടീൻസും വിറ്റമിൻസും എല്ലാം മിതമായ അളവിൽ ചേർന്നതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അതെ, ഓക്കെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളെല്ലാവരും ബാലൻസ്ഡ് ഡയറ്റ് ആണോ? ഹലോ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ സമീകൃത ആഹാരം കഴിക്കുക, അതായത് വിവിധ തരത്തിലുള്ള ഭക്ഷണ ഗ്രൂപ്പുകൾ നമ്മുടെ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദിവസേന കഴിക്കുക. അതായത് പൊരിച്ചതും വറുത്തതും കൊഴുപ്പ് കൂടിയുള്ള ഭക്ഷണ സാധനങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുക. അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും മുട്ട, മത്സ്യം, മാംസം അതുപോലെയുള്ള
വിവിധങ്ങളായ ഇലക്കറികള്, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങള്, പിന്നെ കളറ് ചേർന്നുള്ള പഴങ്ങളും പച്ചക്കറികളും ഇതൊക്കെയാണ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജസ്മിന എന്താ പറയാൻ വന്നത്? ജസ്മിന എന്നാണോ പേര്? ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ല എന്ന് പറഞ്ഞത്. ആരും ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന, നോർമലി കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നു, ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള രീതി. സഫീദക്ക് എന്താ പറയാനുള്ളത്? നമ്മള് എല്ലാവരും മാംസവും വെജിറ്റബിൾസും അതുപോലെ മുട്ടയും എല്ലാതും കഴിക്കാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റും പല അസുഖങ്ങളുള്ളവരുണ്ടാവും. ഉദാഹരണത്തിന് ഷുഗർ, അതുപോലെ കൊളസ്ട്രോള്, അവരൊന്നും ഇതേപോലെ റെഡ് മീറ്റ് ആണെങ്കിലും അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ ഓരോരുത്തരുടെ ശരീരത്തിന് അനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാല് ശരിയായ അളവിൽ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുത്തുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മള് ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാല് ആ പ്ലേറ്റിനെ 7 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു പ്ലേറ്റിനെ എന്ത് ചെയ്യണം? 7 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇൻക്ലൂഡ് വാട്ടർ, അതിനകത്ത് വാട്ടർ കൂടി ഉൾപ്പെടുത്തണം. ഈ 7 ഭാഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് എന്തായിട്ട് വാട്ടർ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ നമുക്ക് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഈ 7 എണ്ണത്തിൽ നമ്മൾ എന്തൊക്കെ ഫില്ല് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ 7 കമ്പോണൻസ് ആണ് നമ്മള് ഫുഡ് ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് 7 കമ്പോണൻസ് വരും. അതായത് നമ്മൾ ഒരു നേരം കഴിക്കുന്ന ആഹാരത്തില് ഈ പറയുന്ന 7 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് 7 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ശരിയായ അളവിൽ, മതിയായ അളവിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, രണ്ടാമത്തേതാണ് പ്രോട്ടീൻ. അതും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ശരിയായിട്ടുള്ള അളവിലായിരിക്കണം അത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഒന്നിൽ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തു, ഒരു ഭാഗത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫിൽ ചെയ്തു. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് പ്രോട്ടീൻ ആണ്. ദെൻ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് ഫാറ്റ് ആണ്. ദെൻ നാലാമത്തെ ഭാഗത്ത് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് വൈറ്റമിൻസ് ആണ്. ദെൻ അഞ്ചാമത്തെ ഭാഗത്ത് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് മിനറൽസ് ആണ്. ദെൻ ആറാമത്തെ ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഫൈബർ ആണ്. പിന്നെ ഏഴാമത്തത് എന്തായിരിക്കും? അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്തേ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഈ കമ്പോണൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റിലാണ്, അല്ലെങ്കിൽ അല്ല കേട്ടോ. നമ്മളിപ്പോ എല്ലാ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത് സാധാരണയായിട്ട്? നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പൊ നമ്മളത് ഫുഡായിട്ട് കരുതിയ ആ പാത്രത്തില് ഏതൊക്കെ ഫുഡായിട്ട് അപ്പൊ വെക്കേണ്ട വരും? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോ അവിടെ ഏത്? പ്രോട്ടീൻ. അത് ചിലപ്പോ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല, ചില കമ്പോണൻസിൽ അത് ഉണ്ടാവുള്ളൂ കേട്ടോ. ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാവുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. പറഞ്ഞുതരാം എന്താണെന്ന് കേട്ടോ. അപ്പൊ നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിനെ എങ്ങനെ ഈ ബാലൻസ്ഡ് ഡയറ്റ് പ്ലേറ്റ് ആക്കി മാറ്റുന്നുള്ളതിനെ കുറിച്ച് പറയുവോ? നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ 7 കാര്യങ്ങളും പല പല ഫുഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒന്നിൽ കൂടുതൽ, ഇപ്പോ ഞാൻ പറയാം മിനറൽസ്, അതുപോലെ തന്നെ ഫൈബർ അല്ലെങ്കിൽ ഫാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നട്ട്സിൽ കാണാനായിട്ട് സാധിക്കും.
അപ്പൊ 3 കാര്യങ്ങളും നിങ്ങൾ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ 7 ആക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. വേണ്ട. ഇല്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ ഉണ്ട്, അത് എത്ര കാലറിയാണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫോളോ ചെയ്യുക. അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്, വിദേശത്തൊക്കെ ഉള്ള ആളുകൾ, വിദേശത്ത് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിദേശികളുടെ പ്ലേറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അമേരിക്കക്കാരും അതുപോലെ തന്നെ ലണ്ടനിലുള്ളവരൊക്കെ കഴിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്ലേറ്റ് എടുത്ത് അവരെന്താണ് ഒരു കാര്യം, 1, 2, 3 കാര്യമാണ് അവരുടെ പ്ലേറ്റിൽ ഉണ്ടാവുക. ഒരുപാട് സൈഡ് ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള കളർഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇതിനെ കേട്ടോ. അപ്പൊ ഞാൻ പറയാം, നമുക്ക് 7 തന്നെ വെക്കണം എന്നില്ല, പക്ഷെ ഇതിനകത്തുള്ള കണ്ടന്റ്സ് ചിലപ്പോൾ ഒരു ഫുഡ് ഐറ്റംസിൽ തന്നെ ഉണ്ടാകും. അപ്പോഴാണെങ്കിൽ അതിന്റെ എണ്ണം കുറച്ചിട്ട് അത് കൂട്ടിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഫൈബർ വേണം, വാട്ടർ വേണം. ഇതാണ് ആ 7 കമ്പോണൻസ് കേട്ടോ. ഞാനപ്പോ ചോദിച്ചു വന്നത് ഇതാണ്. നിങ്ങൾ കഴിക്കുന്നത് ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത് അല്ലെ? ചോറിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ കഴിക്കും? തോരൻ ഉണ്ടാവും, ഫിഷ് ഫ്രൈ ഉണ്ടാവും, അല്ലെ? ഓക്കെ, 2-3 തരം ഐറ്റംസ് കറികളൊക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ നമ്മൾ ഇതിനകത്ത് ക്വാണ്ടിറ്റി ഏതാണ് കൂടുതൽ എടുക്കുന്നത്? പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ പ്ലേറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ഭാഗങ്ങളായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അതായത് ചോറ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കറിയുടെ അത്രയും തന്നെ ചോറ് എടുത്താൽ മതി. ഓക്കെ, അതിന്റെ അളവ് കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ആവുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ കേട്ടോ. അത് ഒറ്റയടിക്കൊന്നും നിങ്ങൾ പ്രാവർത്തികമാക്കാനൊന്നും നോക്കരുത്. എല്ലാവരെ കൊണ്ട് ഇത് പറ്റിയെന്നൊന്നും വരില്ല. നമ്മൾ പറയുന്നതാണിത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് വന്നാലാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് നോളജേ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ അറിവുണ്ടായിരുന്നോ അന്ന്? എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കുണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കി എടുത്തത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണ്ടിസോറി കോഴ്സിൽ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ അംഗൻവാടിയിൽ കൊടുക്കുന്നത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. നമ്മുടെ അംഗൻവാടികളിൽ കൊടുക്കുന്ന ഭക്ഷണം ഇല്ലേ, അത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ 2-3 ഫുഡ് ഐറ്റംസ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ആ ഫുഡ് ഐറ്റംസിൽ 7 കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പ്രോട്ടീൻ ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും, മിനറൽ ഉണ്ടാവും, വൈറ്റമിൻ ഉണ്ടാവും. 3 ഐറ്റംസ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് ആ ഫുഡ് ഐറ്റംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, പിന്നെ ഈ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ടാണ് ആദ്യം. കാർബോഹൈഡ്രേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പറഞ്ഞോട്ടെ. ന്യൂട്രീഷന്റെ എക്സ്പ്ലനേഷൻ ഇല്ലേ, അത് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ലേ? ന്യൂട്രീഷന്റെ എക്സ്പ്ലനേഷനോ? ഫസ്റ്റ് പറഞ്ഞതോ? പറഞ്ഞത് ഈ ബോഡിയുടെ വളർച്ച, അതുപോലെ തന്നെ ഹെൽത്ത് മെയിൻ്റനൻസ്, ബോഡിയുടെ മെയിൻ്റനൻസ്, റീപ്രൊഡക്ഷൻ, പിന്നെ അസുഖാവസ്ഥ തടയൽ എന്നിവയ്ക്ക് ചില ഫുഡ് ഐറ്റംസ് ആവശ്യമാണ്. ഈ ഫുഡിലുള്ള കമ്പോണൻസിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത് കേട്ടോ. അസുഖാവസ്ഥ തടയുന്ന ഇമ്മ്യൂണിറ്റി പവർ അല്ലേ മാഡം ഉദ്ദേശിച്ചത്? പ്രതിരോധ ശേഷി കേട്ടോ. ഓക്കെ, ഒരു കാര്യം ഇവിടെ. ഹലോ ഹലോ മാം, വൈറ്റമിൻസിന്റെ 2 ടൈപ്സ് പറഞ്ഞായിരുന്നല്ലോ.
പറഞ്ഞു. അതൊന്നുകൂടെ പറയാം, എഴുതിയെടുക്കാൻ വിട്ടുപോയി അത്. ഇത് വൈറ്റമിൻസ് 2 തരമുണ്ട്. ഒന്ന് വാട്ടർ സൊല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്നത്. മറ്റൊന്ന് ഫാറ്റ് സൊല്യൂബിൾ ആണ്, കൊഴുപ്പിൽ ലയിക്കുന്നത്. ഇതിനകത്ത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് B-C ആണ്. വൈറ്റമിൻ B ആൻഡ് C ആണ് വാട്ടർ സൊല്യൂബിൾ. ദെൻ ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുന്നത് ADEK. വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന്റെ കെമിക്കൽ നെയിമും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മാം ഒരു കാര്യം കൂടെ, എന്താ മറ്റേ ബാലൻസ്ഡ് ആയിട്ടുണ്ട്, കാർബൺ ഹൈഡ്രേറ്റും എന്താ പൊട്ടാസ്യവും മിനറലും വൈറ്റമിൻസും അല്ലേ ഉള്ളൂ? 7 എണ്ണം ഞാൻ പറഞ്ഞല്ലോ. ബാലൻസ്ഡ് ഡയറ്റില് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ. ഓക്കെ. നിങ്ങള് ഈ പാരഗ്രാഫ് വായിച്ചല്ലോ. ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? നമ്മൾ ഇത്രയും നേരം കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അല്ലേ? അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? ഞാൻ വായിക്കാം. ജസ്മീന എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ, വായിച്ചാൽ മാത്രം പോരാ. Okay. The growing children prepared healthy food for their proper development. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികള് ഹെൽത്തി ഫുഡ്, ആ കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് അത്യാവശ്യമാണ് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്. പ്രീ സ്കൂൾ children need to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomachs. അവരെ കുഞ്ഞു വയറ്റിൽ തന്നെ അവർക്ക് വളരാൻ വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത് ഈ ഫുഡിലൂടെയാണ്. അത് അവരുടെ വളർച്ചയെയും ഡെവലപ്മെന്റിനെയും നന്നായി ബാധിക്കുന്നുണ്ട്. The food they eat should provide energy and nutrients in a compact form. അവര് ഫുഡിൽ നിന്നാണ് അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസും ഇതെല്ലാം കിട്ടുന്നത്, എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. In the lack of the required measurement of nutrients, the child faces incapability to cope with the situation. അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള കാപ്പബിലിറ്റി നഷ്ടപ്പെടും. അതായത് ഈ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിൽ ന്യൂട്രിയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ. കറക്റ്റ് അല്ലേ മാം? വിച്ച് ഹിസ് ഏജ് ഡിമാൻഡ്സ്. ഓരോ ഏജിലും അവർക്ക് വേണ്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കിട്ടുന്നത് അവരുടെ ഫുഡിലൂടെയാണെന്ന് പറയുന്നത്. Therefore, both the parents and teachers must see that children get the food required for their growth and power. അതുകൊണ്ട് പാരന്റ്സും ടീച്ചേഴ്സും അവർ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നുള്ളതിൽ ശ്രദ്ധിക്കണം. അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നുള്ളതിൽ ശ്രദ്ധ വേണം. They should be given food which is wealthy in carbohydrates, proteins and minerals and vitamins. അവർക്ക് എന്തായിട്ടും കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണം? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. Though food is highly required for the normal function of human body and presentation of its health, the input of excessive quantities of food will do more harm than good. അതായത് ഒരു നോർമൽ ഫങ്ഷൻസിന് ഹ്യൂമൻ ബോഡിയിലെ ഫുഡ് വേണം. പക്ഷേ അത് നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്നത് മാത്രമേ വേണ്ടൂ. അതിൽ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടാണ് വരിക, നെഗറ്റീവ് ആയിട്ടാണ് അത് എഫക്ട് ചെയ്യുക. Therefore, every human being has to regulate the input of food. അപ്പോൾ എല്ലാ ഹ്യൂമൻ ബീയിങ്ങും നമ്മൾ കൊടുക്കുന്ന ഫുഡ് ശ്രദ്ധിക്കണം. The quantity of food eaten is calculated in calories. ഫുഡിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കലോറീസിലാണ്. The quantity request depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism.
നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഫുഡ് ഉപയോഗിച്ച് നടക്കുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് ഓരോ ശരീരത്തിന് ആവശ്യമായ ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക്സ് ട്ടോ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയാം എന്താണെന്ന്. അതായത് നമ്മുടെ വളരുന്ന കുട്ടികൾക്ക് അവരുടെ ശരിയായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ആവശ്യമാണ്, അല്ലെ? അപ്പൊ ഓരോ കുട്ടികളും അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ വളരും തോറും അവരുടെ ശരീരത്തിൽ എന്ത് ആവശ്യമാണ്? ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ, അല്ലെ? ഫുഡ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പ്രീ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ധാരാളം ന്യൂട്രിയൻസും അതുപോലെ തന്നെ എനർജിയും കിട്ടേണ്ടതുണ്ട്. ഈ പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കൂളിന് മുമ്പുള്ള, അതായത് നമ്മുടെ അംഗൻവാടി അല്ലെങ്കിൽ നഴ്സറി ആ ഒരു ഇതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ അംഗൻവാടികളിലൊക്കെ നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ. കാരണം അവരുടെ വളരുന്ന ഒരു സ്റ്റേജ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 3 to 6 years വരെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടേണ്ടതുണ്ട്, എനർജി കിട്ടേണ്ടതുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രിയൻസും കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും വാരി വലിച്ചൊന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ? ഒതുക്കമുള്ള രൂപത്തിൽ കൊടുക്കണം. ഒരു കോമ്പാക്ട് ഫോമിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. പിന്നെ ചില ന്യൂട്രിയൻസ് ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ അത് കുഞ്ഞിന്റെ ഫിസിക്കൽ ഹെൽത്തിനെയാണ് ബാധിക്കുക. അത് ഹാർംഫുൾ ആയിട്ടാണ് വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ചയ്ക്കും അവരുടെ ശക്തിക്കും അവരുടെ സ്ട്രെങ്തിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, അതായത് അവര് വീട്ടിലാണെങ്കിലും വീട്ടിൽ നിന്ന് അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ശ്രദ്ധിക്കണം? കുഞ്ഞുങ്ങള് നേരാവണ്ണം ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ശരിയായ ക്വാണ്ടിറ്റിയിലാണോ കഴിക്കുന്നത്? ചിലവര് വേസ്റ്റിലൊക്കെ കൊണ്ടുപോയിടാറുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ആര് ചെക്ക് ചെയ്യേണ്ടതുണ്ട്? ടീച്ചേഴ്സ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ മിനറൽസ്, വൈറ്റമിൻസ് എന്നിവയാൽ സമ്പുഷ്ടമായ ഭക്ഷണമായിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ട്, അല്ലെ? എല്ലാവർക്കും തന്നെ കുഞ്ഞുങ്ങളുള്ളവരാണ്. അപ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ബോഡിയുടെ ഓരോരോ ഫങ്ഷൻസ്, നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഭക്ഷണം ആവശ്യമാണ്, അല്ലെ? പക്ഷെ നമ്മൾക്ക് ഭക്ഷണം ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അത് അമിതമായിട്ട് രീതിയിൽ, അതായത് കൂടുതലായിട്ടുള്ള അളവിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അത് നമ്മുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കലോറി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരു എഗ് പപ്സ് കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കലോറി എന്ന് പറഞ്ഞാൽ 300 കലോറിയാണ്. നമ്മൾ വിചാരിക്കും ചായയുടെ കൂടെ വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും, ഒരെണ്ണമല്ലേ നമ്മൾ കഴിച്ചോളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതിന് 300 കലോറി ഉണ്ട്. അപ്പൊ എത്രമാത്രം ഒരാൾക്ക് ഒരു 2200 കലോറിയാണ് ഒരു ദിവസം വേണ്ടതെങ്കിൽ അതിനകത്ത് 300 കലോറി പ്ലസ് ചായ കൂടി നമ്മൾ എന്ത് ചെയ്തു? നല്ലൊരു രീതിയിൽ ഒരു എന്താ പറയാ 350 കലോറി, 350. ഒരു ചായയിൽ നമുക്ക് 50 കലോറിയാണ് കിട്ടുന്നത്, മധുരമുള്ള ചായ എന്നാണെങ്കിൽ. ഒരു പപ്സിൽ നമുക്ക് 300 കലോറി കിട്ടി. അപ്പൊ എത്ര കലോറിയായി? 350 കലോറിയായി, അല്ലെ? 2100 കലോറിയിൽ നിന്ന് 350 കലോറി തന്നെ നമ്മൾ ഈവനിങ് ടൈമിൽ കഴിച്ചു. അപ്പൊ ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന്, അതായത് ഈ ഒരു നമ്മുടെ ഫുഡ് ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം കാര്യങ്ങൾ സ്വാധീനിക്കാറുണ്ട്. അതായത് ഒരാൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് അയാളുടെ ഭാരം വരാം, അയാളുടെ വെയിറ്റ് വരാം. ചില ആളുകൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് വെയിറ്റ് കുറവായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടി വരിക. അപ്പോ വെയിറ്റ് എന്ന് പറയുന്നത് ഫുഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഒരാൾ ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോ
ഒരാള് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യാണ്, ഒരാള് കൃഷി സ്ഥലത്ത് വർക്ക് ചെയ്യുവാണ്. ഈ രണ്ട് വ്യക്തികൾക്ക് ആർക്കാണ് കൂടുതൽ ഭക്ഷണം ആവശ്യമായിട്ട് വരിക? കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്. അയാളുടെ കലോറി അവിടെ ബേൺ ചെയ്യാണ് അല്ലെ, അയാൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, അയാളുടെ ശരീരം അവിടെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാളുടെ കലോറി അവിടെ ബേൺ ചെയ്യുവാണ്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് വിശക്കുകയും അത് പെട്ടെന്ന് ഡൈജഷൻ ആകുകയും പെട്ടെന്ന് വിശക്കുകയും അതുപോലെ തന്നെ ആഹാരം കഴിക്കുകയും ചെയ്യും. അപ്പൊ അതിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അത്രയും തന്നെ ആഹാരം ആർക്ക് ആവശ്യമില്ല? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആവശ്യമില്ല. കാരണം അയാളുടെ ദേഹം വർക്ക് ചെയ്യുന്നില്ല, ബ്രെയിൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ, ശരീരം യാതൊരു പണിയും അവിടെ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യാണ്? അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതൽ ആൾക്കാണ്, നമ്മുടെ ദേഹം നമ്മുടെ ശരീരം അനങ്ങുന്നില്ലല്ലോ. അപ്പോ ഒരാൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തില് ഭക്ഷണത്തില് എന്താ പറയാ ഒരു സ്വാധീനം വരാം. അതുപോലെ തന്നെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ചില മുതിർന്ന, അതായത് നമുക്കറിയാം വയസ്സായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് മുതിർന്നിട്ട ആളുകൾക്ക് അധികം വിശപ്പ് ഉണ്ടാവില്ല അല്ലെ, അവർക്ക് വിശപ്പ് കുറവായിരിക്കില്ലേ, കുറച്ചായിരിക്കില്ലേ ഒരു ഭക്ഷണം കഴിക്കുക, ആണോ ഇല്ലയോ? ആണല്ലേ. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ഭക്ഷണത്തിൽ വ്യത്യാസം വരാം, അതിന്റെ അളവിൽ വ്യത്യാസം വരാം. ഇപ്പൊ യൗവനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്കും അതുപോലെ തന്നെ വാർദ്ധക്യാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്കും അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അവരുടെ പ്രായം ആ ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജില് അത്രയും ഭക്ഷണം അവർക്ക് ആവശ്യമില്ല. അപ്പൊ അത് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്സിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ആണുങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കാം, പുരുഷന്മാര് കൂടുതൽ കഴിക്കാം, പക്ഷെ അത്രയും ഭക്ഷണം സ്ത്രീകൾ കഴിക്കണമെന്നില്ല. ഉണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങളുടെ വീട്ടില് ആരാണ് കൂടുതൽ കഴിക്കുക? സ്ത്രീയാണോ പുരുഷനാണോ? കഴിക്കുക. ചില സ്ത്രീകൾ കഴിക്കട്ടെ കൂടുതല്, അത് അവരുടെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഏകദേശം നോക്കുവാണെങ്കിൽ പുരുഷന്മാരൊക്കെ, കാരണം അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ വേറെയാണ്, അവർക്ക് മസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, അപ്പൊ അവരുടെ ആ ഒരു മെയിൻ്റെനൻസിനും അവരുടെ ആ ഒരു ശരീരം ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ ഭക്ഷണം ആവശ്യമാണ്. സെക്സിന്റെ അടിസ്ഥാനത്തില് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം, പിന്നെ ക്ലൈമറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്നത് അല്ലെ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന്റെ കാലാവസ്ഥയ്ക്ക് അവരുടെ ക്ലൈമറ്റിന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലെ. നമ്മളിവിടെ ചോറാണ് കഴിക്കുന്നതെങ്കിൽ അവരവിടെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അല്ലെ. അവരുടെ ക്ലൈമറ്റിന് അതിനുള്ള ആവശ്യം അതെ ആണല്ലേ. അപ്പൊ അതൊക്കെ അപ്പൊ ക്ലൈമറ്റ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതിനെ മെറ്റബോളിസം എന്നാണ് പറയുന്നത്. അപ്പൊ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കുറവുള്ളവർക്ക് എപ്പോഴും വിശപ്പ് കൂടുതലായിരിക്കും. മെറ്റബോളിക് റേറ്റ് എന്താണ് കൂടുതലുള്ളതാണെങ്കിൽ അവർക്ക് വിശപ്പ് കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഗ്രീൻ ടീ ഒക്കെ കഴിക്കാൻ പറയുന്നുണ്ട് അല്ലെ. ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്ന ഒന്നാണ്. അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അധികം വിശപ്പ് അനുഭവപ്പെടില്ല, കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തില് ഭക്ഷണം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എന്ത് പറയാം? മെറ്റബോളിസം എന്ന് പറയാം. നമ്മുടെ ടൈം ഇവിടെ തീർന്നു, 1:02 അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ട്. മെറ്റബോളിസം കൂടുമ്പോഴല്ലേ നമുക്ക് വിശക്കുക, കൂടുമ്പോ വിശപ്പ് കുറയുക? മെറ്റബോളിക് റേറ്റ് കുറയുമ്പോഴല്ലേ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. മെറ്റബോളിസം നമ്മുടെ ഇതിൽ വേണം, മെറ്റബോളിക് റേറ്റ് വേണം, എന്നാലാണ് നമുക്ക് അധികമായിട്ട് വിശക്കാതിരിക്കുക. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തലുകളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. ശരി. താങ്ക് യു. അപ്പോ Thank you, ma'am. മാം സൈൻ ഔട്ട് ഉണ്ട്, സൈൻ ഔട്ട് ഉണ്ട്. ഹലോ മാം. പറഞ്ഞോളൂ, സൈൻ ഔട്ട് പറഞ്ഞോളൂ. ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. എല്ലാവരും പാട്ടിലേക്ക് നാടോടി തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ നീട്ടി കൽക്കുന്ന പൂമണിക്കമലണിഞ്ഞും
പുളിയിലക്കര കസുവം കൊണ്ടൊടുക്കുമ്പോൾ തുടുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചിന്തന തോൽക്കും ഇളനീരിൻ തീരാ മധുരം ഉള്ള നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുന്നിനി വന്നോട്ടേ. ദേവിക. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ വൈകിട്ടില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. നമ്മൾ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? Yes, ഉണ്ടല്ലോ. ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ക്ലാസിന്റെ എന്റെ നമ്പർ ആഡ് ചെയ്യണം. ഞാൻ എല്ലാവരും പോയോ?